ഹായ് ഫ്രണ്ട്സ്, എൻ എൽ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്. അപ്പം കസ്റ്റർഡ് പൗഡറും ബ്രെഡും ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളി നല്ല സിമ്പിളായിട്ട് ഒരു പുഡിങ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഹോം മെയ്ഡ് കസ്റ്റർഡ് പൗഡർ, 6 ടേബിൾ സ്പൂണ് പഞ്ചസാര, 2 കപ്പ് പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് പറഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റായി കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കസ്റ്റർഡ് പൗഡർ ചേർക്കുമ്പോൾ തന്നെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നന്നായി തിക്കായി വരുന്നവരെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കൽ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, കാരണം കട്ട കുത്തും. അപ്പോൾ ഈ ഒരു നന്നായി തിക്കായി വരുന്ന സമയത്താണ് നമുക്ക് നമ്മളെ ബ്രെഡ് ക്രഷ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ബ്രെഡ് ഇങ്ങനെ കുറേശ്ശെ ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിങ്ങനെ നന്നായി തിക്കായി വരുന്നവരെ ഒന്നും കൂടി ഒന്ന് ഇത് വേവിച്ചെടുക്കുക. നന്നായി തിക്കായി വരണം, എന്നാൽ മാത്രമേ നമുക്കിത് നല്ലൊരു പെർഫെക്റ്റായിട്ട് നമ്മളെ പുഡിങ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ തിക്കായൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ശേഷം നമുക്ക് ഇത് തീ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് നമുക്കിത് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ട്രേ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിലേക്ക് എല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 1-2 മണിക്കൂർ ഒന്ന് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ പുഡിങ് കൂടെ നല്ല അടിപൊളി പുഡിങ് കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത്. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ബദാമും പിസ്ത എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായി ഇപ്പം തന്നെ ഇതിലേക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.